my channel CP Creation. It's me Adnan. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ പരിചയപ്പെടല്ല ഒരു അൺബോക്സിംഗ് ആണ്. അതായത് Galaxy Note 10 ലൈറ്റിന്റെ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആദ്യമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് തൊട്ടുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളുടെ നോട്ട് 10 ലൈറ്റിൻ്റെ ഒരു ബോക്സ്. അതിൻ്റെ മുകളിൽ എസ് പെന്നിൻ്റെ ഒരു ഫോട്ടോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ കളറും കാര്യങ്ങളുമാണ്. ഇതിൻ്റെ ബോക്സിൽ വേറെ ഒരു ഡീറ്റെയിൽസ് ഫോണിൻ്റെ ഒരു ഫോട്ടോ പോലും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് പ്രശ്നമില്ല, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ബോക്സിനുള്ളിലായിട്ട് അതിൻ്റെ സിം ഇൻസേർട്ടറിൻ്റെ പിന്ന് കാണാം. അപ്പം നമുക്ക് ആ ബോക്സും ജസ്റ്റ് ഓപ്പൺ എടുത്ത് നോക്കാം. അപ്പം അതിലാണ് യൂസേഴ്സ് മാനുവൽ ഉള്ളത്. സിം ഇൻസേർട്ടറും യൂസേഴ്സ് മാനുവൽ ഇതിലാണുള്ളത്. അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് മാറ്റി വെച്ചേക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഇതിനൊരു ഫ്ലെക്സിബിൾ നല്ലൊരു കവറാണ്, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള കവറ്. പിന്നെ ഉള്ളത് നമ്മളുടെ സാംസങ്ങിൻ്റെ ഫോണാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം. നല്ല ഫോണാണ്, ഫുൾ സ്ക്രീൻ ഫോണാണ്. ബാക്കിൽ 3 ക്യാമറകളുണ്ട്. പിന്നെ അതിനുശേഷം ബാക്ക് ഗ്ലാസിൻ്റെ ഒരു ഫീലുള്ള ഗ്ലോസി ലുക്കാണ്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബോക്സിലുള്ള കുറച്ച് അടുത്ത കാര്യങ്ങൾ നോക്കാം. പിന്നെ ഉള്ളത് സാംസങ് ഇത് ഷീറ്റാണ്, അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ചാർജറിൻ്റെ അഡാപ്റ്ററാണുള്ളത്. അതായത് സാംസങ്ങിൻ്റെ തന്നെ ഒരു അഡാപ്റ്ററാണ്, അതായത് സാംസങ്ങിൻ്റെ ഫാസ്റ്റ് ചാർജറാണിത്. നോക്കൂ, സാംസങ്ങിൻ്റെ നല്ല ഫാസ്റ്റ് ചാർജറാണ് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് മാറ്റി അടുത്തത് എന്താണെന്ന് നോക്കാം. പിന്നെയുള്ളത് എസ് പെന്നിൻ്റെ ഒരു ചെറിയ ടൂളാണ്. എസ് പെന്നിൻ്റെ എന്തോ ചെയ്യാനുള്ളൊരു ടൂളാണ്. പിന്നെയുള്ളത് നമ്മളുടെ ചാർജറിൻ്റെ അഡാപ്റ്ററാണ്. ചാർജിൻ്റെ അഡാപ്റ്റർ ഞാൻ പുറത്തെടുത്തു. ഇത് നമുക്ക് ജസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാം. അപ്പം ഏത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് 2 സ്ഥലം C ടൈപ്പ് ചാർജറാണ്. ഒരേ മാതിരിയുള്ള C ടൈപ്പ് ചാർജറുകളാണ്. ഓക്കെ, നമുക്ക് അഡാപ്റ്റർ ഒന്ന് ജസ്റ്റ് നമ്മളുടെ അഡാപ്റ്ററിൽ കുത്തി നോക്കാം. അപ്പം ഒരു കൂളാണ്. അപ്പോൾ നമുക്ക് ചാർജർ അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെയുള്ളത് ഒരു ഇയർഫോണാണ്, അതായത് സാംസങ്ങിൻ്റെ തന്നെ ഇയർഫോണാണ്. ഞാൻ പുറത്തെടുക്കണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടൈപ്പ്. ജസ്റ്റ് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ബോക്സൊക്കെ നോക്കി. ഇനി ഫോണ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഗ്ലോസി ലുക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇത് ഓറ ബ്ലാക്ക് ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 43,000 റുപ്പീസാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ എഴുതി കാണിക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. അൺലോക്ക് ചെയ്യുന്നത് ഫുൾ സ്ക്രീനായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇതിന് കുറേ ഫീച്ചറുകൾ ഞാൻ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ ട്രിക്കും കാര്യങ്ങളും അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് മെനുവിലേക്ക് എത്താവുന്നതാണ്. അപ്പം അത് ഫുൾ സ്ക്രീനാണ്. ക്യാമറ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ ഒരു ബ്ലാക്ക് ഡോട്ടാണ്, അതായത് സ്ക്രീനിൻ്റെ നടുക്ക് ഒരു ബ്ലാക്ക് ഡോട്ട് വന്നത് മാതിരിയായിരുന്നു. നല്ല രസമാണ് അവിടെ ആ ക്യാമറ ഉള്ളത് കാണാൻ. ഫുൾ സ്ക്രീനാണ്. നല്ല ഉണ്ടോ, സ്പീക്കർ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് വരുന്നത്. പിന്നുള്ളത് എൻ്റെ ബാക്ക് ക്യാമറ 3 ക്യാമറകളുണ്ട്. പിന്നെ വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ എസ് പെന്നിൽ അവൈലബിൾ ആണ്. അപ്പോൾ എസ് പെൻ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോൾ എസ് പെൻ എടുത്താൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ എസ് പെൻ കൊണ്ട് എന്തും ചെയ്യാം, നമുക്ക് ടച്ചും കാര്യങ്ങളൊക്കെ ആയാലും. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്താണെങ്കിലൊക്കെ നോട്ട്സ് എന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ചെയ്താം. അപ്പോൾ ഞാൻ ഇറേസ് ചെയ്യാൻ വേണ്ടി ഇറേസർ ക്ലിക്ക് ചെയ്യുക, ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കളർ മാറ്റുന്ന ഡബിൾ ക്ലിക്ക് ചെയ്താൽ കളർ വരുന്നതാണ്. ഏത് പെന്നിൻ്റെ സ്റ്റൈലും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിവിടെ എന്തെങ്കിലും എഴുതി നോക്കാം. അപ്പോൾ ഞാൻ എഴുതുകയാണ് CP Creation എന്ന് എഴുതി. അപ്പം CP Creation എഴുതി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചെറിയ കാര്യങ്ങൾ നമ്പറൊക്കെ എഴുതിക്കാൻ പെട്ടെന്ന് എടുക്കാവുന്നതാണ്. അപ്പം ഇതൊരു കിഡിലൻ ഫീച്ചറായി എനിക്ക് തോന്നി. പിന്നെയുള്ളത് ഇതിൻ്റെ ക്യാമറ കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു
എസ് പെന്നിൻ്റെ മുകളിൽ വെച്ച പെന്നൊന്ന് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ നിങ്ങൾക്ക് ക്യാമറ ഓൺ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെൽഫി എടുക്കാൻ സുഖമായിരിക്കും. അപ്പോൾ ക്യാമറ ഓൺ ആക്കി ജസ്റ്റ് പിന്നെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ഫോട്ടോവും ആഡ് ആവുന്നതാണ്. നോക്കൂ, ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം ഫോട്ടോ എടുത്തോ ഇല്ലെന്ന്. ഈ ഫോട്ടോ നമ്മൾ എടുത്തു. അപ്പോൾ നിങ്ങൾ സെൽഫി ഒക്കെ എടുക്കാൻ കുറച്ച് ദൂരെ നിന്ന് മാറി നിന്ന് എടുക്കാവുന്നതാണ്. നമുക്ക് ക്യാമറേൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ഓരോ മോഡ് എടുക്കുക. പിന്നെ ഇതിൽ കുറേ പ്രോ, പനോരമ, നൈറ്റ്, സ്ലോ മോഷൻ, ലാൻഡ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോർട്രേറ്റ് എന്ന് പറഞ്ഞ ലൈവ് ഫോക്കസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വീഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ബാക്ക് വെച്ച് വീഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് ടോപ്പിൽ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫൈൻഡ് എ ഫേസ് എന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ ഫേസ് അതിലാക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾ അവിടെ എന്ത് ഡ്രോ ചെയ്താലും അത് AR മോഡലിൽ അവിടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതൊരു കിഡിലൻ ഫ്യൂച്ചറായി എനിക്ക് തോന്നി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഉള്ളത് എന്താണ്, ഫോണിൻ്റെ ആൽബമൊക്കെ സാധാ വേഷം തന്നെയാണ്. പിന്നെ ഉള്ളത് നല്ലൊരു സ്മൂത്ത് സ്നാപ് ഡ്രാഗൺ ആയതുകൊണ്ട് നമുക്കിത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് ടച്ച് ചെയ്യുമ്പോൾ. ഇപ്പോൾ സ്നാപ് ഡ്രാഗൺ കൂടുതൽ ഫോണിലൊരു സ്നാപ് ഡ്രാഗൺ ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫോണിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ വരും. അപ്പം എല്ലാവരും ഒന്ന് വാച്ച് ചെയ്തിട്ടേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ ഫോൺ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ഇഹാം ഡിജിറ്റലാണ്, അതായത് കോഴിക്കോട് ഇഹാം ഡിജിറ്റലിൽ നിന്നാണ്. അപ്പോൾ ഇതിന് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.